നമസ്കാരം. ചെറിയ കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്തുകൊണ്ട് അർജന്റീന ജയിക്കണം, ഇംഗ്ലണ്ട് തോൽക്കണം? 2026 ഫിഫ ലോകകപ്പ് അതിന്റെ ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എന്നാൽ ഈ ലോകകപ്പിന് കളിക്കളത്തിന് പുറത്ത് മറ്റൊരു ചരിത്രപരമായ വശം കൂടിയുണ്ട്. ഒരു കാലത്ത് ലോകം മുഴുവൻ ചോരപ്പുഴ ഒഴുക്കി മറ്റു ഭൂഖണ്ഡങ്ങൾ കയ്യേറി സാമ്രാജ്യത്വ അധിനിവേശം നടത്തിയ വൻശക്തികളുടെ പതനത്തിന്റെ ഒരു കഥ കൂടി ഈ ലോകകപ്പ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ഭാരതത്തെയും കേരളക്കരയെയും ഒരു കാലത്ത് വ്യാപാരത്തിന്റെ പേരിലും അധികാരമോഹത്താലും അടിമപ്പെടുത്തിയ അധിനിവേശ ശക്തികളെല്ലാം ഇത്തവണ ലോകകപ്പിൽ നിന്നും ഒന്നൊന്നായി തോറ്റു പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ തീരങ്ങളെ ചോരയിലാഴ്ത്തിയ ഡച്ചുകാർ, നെതർലാൻഡ്സുകാർ റൗണ്ട് ഓഫ് 32 പുറത്തായി. ക്രൂരമായ അധിനിവേശ ചരിത്രമുള്ള പോർച്ചുഗലും ബെൽജിയവും മാഹിയും പോണ്ടിച്ചേരിയും ഭരിച്ച ഫ്രാൻസും സെമിഫൈനലിലും ക്വാർട്ടറിലുമായി തോറ്റു കളിക്കളം വിട്ടു. ലോകത്തെ മറ്റൊരു അധിനിവേശ ശക്തിയായ ബെൽജിയവും സ്പെയിനോട് തോറ്റു. മൊറോക്കോ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജപ്പാൻ തുടങ്ങിയ മറ്റ് ശക്തികൾക്കും ആ കഴിവ് തെളിയിക്കാനായില്ല. അധിനിവേശ രാജ്യങ്ങൾ ഫുട്ബോൾ മൈതാനത്തും അവരുടെ ജനിതകമായ ആക്രമണ ശൈലിയിൽ തന്നെയാണ് കളിച്ചത്. പക്ഷെ അവരുടെ എല്ലാവരുടെയും പതനം ചരിത്രത്തിന്റെ ഒരു കാവ്യ നീതി കൂടിയാണ്. ഇനി അവശേഷിക്കുന്നത് 2-3 ടീമുകളാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ടത് ആരെയാണ്? സംശയമില്ല, അത് അർജന്റീനയ്ക്കാണ്. കാരണം ബ്രിട്ടനെയും ഫ്രാൻസിനെയും പോലെ മറ്റൊരു രാജ്യത്തും പോയി അവർ അധിനിവേശം നടത്തുകയോ കൊള്ളയടിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് സ്പെയിനിന്റെയും ഇംഗ്ലണ്ടിന്റെയും ക്രൂരമായ അധിനിവേശങ്ങൾക്കെതിരെ ധീരമായി പോരാടി സ്വാതന്ത്ര്യം നേടിയ മണ്ണാണ് അർജന്റീനയുടേത്. ചരിത്രത്തിൽ അവർ ഇരകളായിരുന്നു, വേട്ടക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാന്യരായ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ലോകകപ്പ് വിജയത്തിന് താരതമ്യേന യോഗ്യർ അർജന്റീന തന്നെയാണ്. തീർച്ചയായും നമുക്ക് സ്പെയിനെയും പരിഗണിക്കാം. സ്പെയിൻ ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയായിരുന്നെങ്കിലും ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും നെതർലാൻഡ്സിനെയും അപേക്ഷിച്ച് ഭാരത മണ്ണിൽ അവർ നേരിട്ടുള്ള അധിനിവേശം നടത്തിയിട്ടില്ല. ഇംഗ്ലണ്ട്, അവരെ ആരാധിക്കേണ്ട, തോറ്റാൽ ദുഃഖിക്കുകയും വേണ്ട. കാരണം നമ്മുടെ രാജ്യത്തെ 2 നൂറ്റാണ്ടിലധികം കാലം അടിമത്തത്തിന്റെ ഇരുട്ടിലാഴ്ത്തിയവരാണ് അവർ. നമ്മുടെ സമ്പത്ത്, അതായത് 37 ലക്ഷം കോടി രൂപയോളം കൊള്ളയടിച്ച് ലണ്ടനിലേക്ക് കടത്തി നമ്മുടെ രാജ്യത്തെ പരമ ദരിദ്രമാക്കിയവർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലൂടെയും ബംഗാൾ ക്ഷാമത്തിലൂടെയും ലക്ഷക്കണക്കിന് ഭാരതീയരുടെ ജീവനെടുത്തവർ. മനഃപൂർവ്വം ഉണ്ടാക്കിയ ബംഗാൾ ക്ഷാമത്തിൽ 1,30,00,000 പേരാണ് മരണപ്പെട്ടത്, പട്ടിണി കിടന്ന്. സ്വാതന്ത്ര്യം തരുമ്പോൾ പോലും ഇന്ത്യയെയും പാകിസ്ഥാനെയും വിഭജിച്ച് ചോരപ്പുഴ ഒഴുക്കിയവർ. ഇന്നും നമ്മളിൽ നിന്ന് കൊണ്ടുപോയ കോഹിനൂർ രത്നം തിരിച്ചു തരാത്ത അതേ ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന, നരകാതനെ വിളിച്ച അപ്പനപ്പൂപ്പന്മാരെ ഓർക്കുന്ന ആർക്കും ഇംഗ്ലണ്ട് ലോകകപ്പ് ജയിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കാൻ കഴിയില്ല. മൈതാനത്ത് ഫുട്ബോൾ വെറുമൊരു കളിയാകാം, എന്നാൽ ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ അധിനിവേശത്തിന്റെ കറുത്ത ചരിത്രമില്ലാത്ത അർജന്റീനയോ അല്ലെങ്കിൽ സ്പെയിനോ കിരീടം ചൂടുന്നതാണ് ലോകത്തിന് ഏറ്റവും മനോഹരമാകുന്ന കാഴ്ച. ലോകകപ്പ് ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരായി അർജന്റീനയോ സ്പെയിനോ വരുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.